നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്രിസ്റ്റൽ ബീഡും വൈറ്റ് സാദാ ബീഡുമാണ്. പിന്നെ ഒരു B7000 ഗമ്മും എടുത്തിട്ടുണ്ട്, കട്ടർ എടുത്തിട്ടുണ്ട്, ഒരു ഗിയർ വയർ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഹെയർ ബാൻഡും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരേ കമ്പിയിലേക്ക് 3 വൈറ്റ് ബീഡും 3 ക്രിസ്റ്റൽ ബീഡും കോർത്തിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ 3 വൈറ്റ് ബീഡ് തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുത്ത ആ സൈഡിൽ ഇപ്രാവശ്യം വൈറ്റ് ബീഡാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ ക്രിസ്റ്റൽ ബീഡും കോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ട്വിസ്റ്റ് ചെയ്യണത് കുറേ പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യേണ്ട, 1 2 മാക്സിമം 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ ഫോം ചെയ്യും. വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യണത്. നേരത്തെ നമ്മൾ വൈറ്റ് ബീഡ് ആയിരുന്നില്ലേ ഈ ഭാഗത്ത് കോർത്ത് കൊടുത്തത്, അതുകൊണ്ട് ഈ ഭാഗത്ത് ഇനിയിപ്പോൾ ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാം 3 എണ്ണം. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ വൈറ്റ് ബീഡും കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹെയർ ബാൻഡ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഹെയർ വൈനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഇത്രത്തോളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. ഇനി ഇത് നമ്മൾ നേരെ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ഞാൻ B7000 ഗമ്മാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഗം ഒട്ടിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതും കൂടി ഒന്ന് കാണുക. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മെറ്റൽ ഹെയർ ബാൻഡിൽ ഏറ്റവും സ്യൂട്ട് ആവുന്നത് B7000 ഗമ്മാണെന്നാണ്. അപ്പോൾ അത് ഒട്ടിക്കാനൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ നോക്കണം. സാധാ പോലെ ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ കുറച്ചായിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതേപോലെ അമർത്തി പിടിക്കണം. കുറച്ച് നേരം ടൈറ്റായിട്ട് പിടിക്കണം. ഞാൻ ഇപ്പോൾ ആ സ്ഥലത്ത് മാത്രം ഗം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക. പിന്നെ ബാലൻസ് വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഗം ഒട്ടിച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ബാലൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ഗം ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒരു സെക്കൻഡ് 2 സെക്കൻഡ് എന്തായാലും ഹോൾഡ് ചെയ്ത് പിടിക്കണം. then അപ്പോൾ തന്നെ ഇളക്കി നോക്കാനും പാടില്ല. അപ്പോൾ അതേപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. then എക്സസ് വന്ന കമ്പി നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് ബാക്കോട്ടേക്ക് ചുരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ഇതേപോലെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് ഗം ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം നമ്മളത് അനക്കാൻ പാടില്ല. ഒരു 28 അവർ വെച്ചാൽ നല്ല സ്ട്രോങ് ഉണ്ടാവുമെന്നാണ് ഇവർ പറയണത്. ഒരു 28 അവേഴ്സ് ഇല്ലെങ്കിൽ ഒരു 24 അവേഴ്സ് 1 ഡേ എങ്കിലും നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇതവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പതിവ് പോലെ തന്നെ പറയുകയാണ്, പക്ഷെ ആരും ലൈക്കൊന്നും ചെയ്യാറില്ല. ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.